عن عباس بن عبد المطلب رضي الله عنه عباس بن عبد المطلب رضي الله عنه നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. വളരെ സ്വഹീഹായി വന്ന ഹദീസ്, അല്ലാഹുവിന്റെ മഹത്വം എത്രയാണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഹദീസ്. ആ മഹത്വം ബോധ്യപ്പെടുമ്പോഴാണ് അല്ലാഹു ആരാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ആ അല്ലാഹുവിനോടുള്ള ബഹുമാനം തോന്നുന്നത്. അപ്പോഴാണ് ചെറുപാപങ്ങൾ ചെറുതല്ല വലുത് തന്നെ എന്ന് തോന്നുന്നത് അവിടെയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജലസ്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ഒരു ദിവസം ഇരിക്കുമ്പോ ഞങ്ങളുടെ തലക്ക് മീതെ ഒരു മേഘം കടന്നുപോയി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കി, മാ ഹാദാ, എന്താണിത്, ഇതെന്താണ് കടന്നു പോകുന്നത്? ഹാദാ സഹാബു യാ റസൂലല്ലാഹ്, ഇത് മേഘമല്ലേ നബിയേ, മേഘമല്ലേ. ഞങ്ങളോട് പറഞ്ഞു നബി, നിങ്ങൾ വൽ അനാൻ, നിങ്ങളതിനെ അനാൻ എന്ന് വിളിക്കാറുണ്ടോ? അതെ, നിങ്ങളതിനെ തുസമ്മൂനഹുൽ മുസിൻ, മുസിൻ എന്ന് വിളിക്കാറുണ്ടോ? ഖാലൂ നഅം, അതെ നബിയേ. അതദറൂൻ, നിങ്ങൾക്കറിയുമോ, കം ബൈന സമാഇ വൽ അർളി, ആകാശത്തിന്റെയും ഭൂമിക്കുമിടയിൽ എത്ര ദൂരമുണ്ടെന്നറിയുമോ? സ്വഹാബത്തിനെ ചിന്തിപ്പിക്കുകയാണ് നബി തങ്ങൾ. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ എത്ര ദൂരമുണ്ടെന്നറിയുമോ? ഒരു സയന്റിസ്റ്റിനും ഇതേവരെ എന്നെ തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു മെഷർമെന്റ് അല്ലാഹുവിന്റെ റസൂൽ സമർപ്പിക്കുകയാണ്. ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമറിയുമോ? അല്ലാഹു റസൂലുഹു അലം, നിങ്ങൾക്കറിയില്ല നബിയേ, അല്ലാഹുവിനറിയാം, അവന്റെ റസൂലിനറിയാം. ബൈനഹുമാ മസീറത്തു 500 ആം, ആകാശഭൂമികൾക്കിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. 500 വർഷം യാത്ര ചെയ്താലേ ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് എത്തുകയുള്ളൂ. അതദറൂൻ കം ബൈന സമാഇ ദുനിയാ വല്ലതി ഫൗഖഹാ, ഒന്നാം ആകാശത്തിന്റെയും രണ്ടിന്റെയും ഇടയിൽ എത്ര ദൂരമുണ്ടെന്നറിയുമോ? അല്ലാഹു റസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയെ എന്ന് പറഞ്ഞു തരൂ. മസീറത്തു 500 ആം, 500 വർഷത്തെ വഴി ദൂരമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽപ്പെട്ട ഇലാഹിയായ വഹയിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. എത്രയാണ് കിലോമീറ്റർ അളക്കാൻ പറ്റും ആകാശലോകത്ത്? പ്രകാശവർഷമാണ് കണക്കാക്കുക. ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു വർഷം പ്രകാശം സഞ്ചരിച്ചെത്തുന്ന ദൂരമാണ് 1 ലൈറ്റ് ഇയർ, ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ആകാശലോകത്ത് കിലോമീറ്ററും മൈലുമല്ല പറയാ, പ്രകാശവർഷങ്ങളാ. ഇത്ര പ്രകാശവർഷം അകലെ എന്നാണ് പറയാ. പക്ഷെ നബി തങ്ങൾ പറഞ്ഞ വാക്ക് 500 ആം, 500 കൊല്ലത്തെ വഴി ദൂരമുണ്ട്. ഭൂമിയിൽ നിന്ന് ഒന്നിലേക്ക്, ഒന്നിൽ നിന്ന് രണ്ടിലേക്കും അത്ര. ഈ ഒന്നാം ആകാശം എന്ന് പറഞ്ഞ എവിടെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ഈ ഒന്നാം ആകാശത്തെയാണ് ദീപങ്ങളെ കൊണ്ട്, നക്ഷത്രങ്ങളെ കൊണ്ട് നാം അലങ്കരിച്ചത്. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് കോടാനുകോടി നക്ഷത്രങ്ങൾ കിടക്കുന്നത്, കോടാനുകോടി ഗാലക്സികൾ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. പ്രപഞ്ചമൊന്നാകെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ബ്ലാഡർ പോലെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ, ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. നക്ഷത്രങ്ങൾ ഒന്ന് മറ്റൊന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഈ പ്രപഞ്ചത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എവിടെയാണ് നക്ഷത്രങ്ങളുടെ അറ്റം? നമുക്കറിയില്ല. ഒന്നാം ആകാശം എവിടെയാണ്? നമുക്കറിയില്ല. എവിടെയാണ് ആ ലോകം? എവിടെയാണ് ഈ നക്ഷത്രങ്ങളുടെ അതിർത്തി? പറയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷേ അല്ലാഹു നൽകുന്ന വഹി കൊണ്ട് സംസാരിക്കുന്ന മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുണ്ട് 500 വർഷത്തെ വഴി ദൂരമുണ്ട്. ഇന്ന് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയ ഒരു മഹാത്ഭുതം, മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്പീഡ്, വെലോസിറ്റി ഓഫ് ലൈറ്റ്, സൂര്യപ്രകാശത്തിന്റെ വേഗതയാണ്. സൂര്യപ്രകാശത്തിന്റെ വേഗതയോളം സ്പീഡിൽ ഒരു സാധനത്തിനും ലോകത്ത് സഞ്ചരിക്കാൻ കഴിയില്ലത്രേ.
അള്ളാഹു നൽകുന്ന മുഅ്ജിസത്തുകൾ ഒഴികെ ഇസ്റാ മിഅ്റാജ് മുഅ്ജിസത്തുകളാണ്, സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഭൗതിക ലോകത്തെ ഒരു വസ്തുവിന്റെ സഞ്ചാരത്തിലെ ഏറ്റവും വലിയ സ്പീഡ് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന സൂര്യപ്രകാശത്തിന്റെ വേഗതയാണ്. സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഒരു സെക്കൻഡ് നോക്കുമ്പോഴേക്ക് 2 സെക്കൻഡായി പോകും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അത്ര സ്പീഡിൽ ഏതെങ്കിലും ഒരു വൈമാനികൻ, ഒരു പൈലറ്റ് തന്റെ സ്പേസ് ക്രാഫ്റ്റ് എടുത്ത് ആകാശ ലോകത്തേക്ക് യാത്ര തിരിച്ചാൽ സയന്റിസ്റ്റുകൾക്ക് അനുമാനിക്കാൻ കഴിഞ്ഞ ഒരു അനുമാനം, പ്രകാശവേഗതയിൽ ഒരാൾ പോയാൽ 1-ാം ആകാശത്തേക്ക് എത്തുമ്പോഴേക്കും ഭൂമിയിൽ 200 കോടി പ്രകാശവർഷങ്ങൾ കഴിഞ്ഞിരിക്കുമെന്നാണ്. 200 കോടി പ്രകാശവർഷം ഭൂമിയിൽ കഴിഞ്ഞിരിക്കും ആ വൈമാനികൻ 1-ാം ആകാശം പ്രാപിക്കുമ്പോൾ. 1-ാം ആകാശം എന്ന് പറഞ്ഞാൽ ദ ലിമിറ്റ്സ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ അതിർത്തികൾ എത്തുമ്പോൾ. സുബ്ഹാനല്ലാഹ്, 200 കോടി കൊല്ലം, 200 കോടി പ്രകാശവർഷം. അപ്പോ നമ്മൾ തോന്നുന്ന നിബിധങ്ങൾ പറഞ്ഞ 500 കൊല്ലല്ലേ? പക്ഷെ ഇവിടെയാണ് അത്ഭുതം, ഇവിടെയാണ് മഹാത്ഭുതം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത്. മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. അല്ലാഹു നൽകുന്ന വഹയല്ലാതെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാറില്ല. നിബിധങ്ങൾ നൽകുന്ന വഹയാണ് നിബിധങ്ങൾ, അല്ലാഹു നൽകുന്ന വഹയാണ് നിബിധങ്ങൾ സംസാരിക്കുന്നത്. സഞ്ചരിക്കുന്ന പൈലറ്റിന് അനുഭവിക്കുന്ന ദൂരവും ഭൂമിയിൽ അനുഭവിക്കുന്ന ദൂരവും രണ്ടാണത്രേ. ഭൂമിയിലുള്ള ആളുകൾക്ക് 200 കോടി കൊല്ലമായി അനുഭവിക്കുന്നത് സഞ്ചരിക്കുന്ന പൈലറ്റിനത് കേവലം 500 വർഷമായിരിക്കുമെന്ന് സയന്റിസ്റ്റുകൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. പോകുന്ന പൈലറ്റിന് 500 കൊല്ലം, ഭൂമിയിലുള്ളവർക്ക് 200 കോടി കൊല്ലം. സഞ്ചരിക്കുന്ന ആളിന്റെ സമയമല്ലേ പറയേണ്ടതുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ 500 ആമിൻ 500 കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വഹയല്ലാതെ നബി പറയില്ലല്ലോ. 500 കൊല്ലം സഞ്ചരിക്കുന്ന പൈലറ്റിന് 500 കൊല്ലമാണ്. ഭൂമിയിലുള്ളവർക്ക് 200 കോടി കൊല്ലം. ആകാശലോകത്ത് സ്പേസിൽ കിടക്കുന്ന സമയമല്ലല്ലോ ഭൂമിയിലെ സമയം. അല്ലാഹുവിന്റെ കണക്കിൽ വരെ വ്യത്യാസമുണ്ടല്ലോ. ആഖിറത്തിന്റെ സമയവും ഭൂമിയുടെ സമയവും മാലാകമാർ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. മലക്കുകളുടെ യാത്രയിൽ അനുഭവിക്കുന്ന സമയം ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. മഹ്ശറായിലെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്, ദൈർഘ്യമുണ്ട്. ഭൂമിയിലെ സമയമല്ല ആകാശലോകത്തെ സമയം. അള്ളാഹുവിന്റെ നിബിധങ്ങൾ ആകാശലോകത്തെ യാത്രകളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് ഭൂമിയിൽ നിന്ന് 500 കൊല്ലത്തെ ദൂരമുണ്ട് 1-ാം ആകാശത്തേക്ക്. 1-ന്ന് 2-ലേക്കും 500 കൊല്ലം, 2-ന്ന് 3-ലേക്കും 500 കൊല്ലം, 3-ന്ന് 4-ലേക്കും 500 വർഷം, 4-ന്ന് 5-ലേക്കും, 5-ൽ നിന്ന് 6-ലേക്കും, 6-ൽ നിന്ന് 7-ാം ആകാശത്തേക്കും 500 വർഷത്തെ വഴിദൂരമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണിത്. 500 കൊല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വഫൗഖ അസ്സമാഇ അസ്സാബിഅ, 7-ാം ആകാശത്തിന്റെ മുകളിലുണ്ട് ബഹ്റുൻ, ഒരു സമുദ്രമുണ്ട്. ബൈന അസ്ഫലിഹി വഅലാഹു മസീറത്തു 500 ആം. ആ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അതിന്റെ മേൽത്തട്ടിലേക്കുള്ള ദൂരം 500 വർഷത്തെ വഴിദൂരമാണ്. ആകാശലോകങ്ങൾക്കപ്പുറം 7-ാം ആകാശത്തിന്റെ പുറത്തെ രഹസ്യങ്ങൾ മലകൂത്തുസ് സമാ പറഞ്ഞു തരുന്നുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ നിന്ന് 1-ലേക്കുള്ള ദൂരമാണ് 1-ന്ന് 2-ലേക്കും, 2-ൽ നിന്ന് 3-ലേക്കും. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരെന്ന നമ്മൾ എത്ര നിസ്സാരന്മാരാണ്, എത്ര ചെറുതാണ്. ഭൂമി എന്ന ഗോളം പോലും സൂര്യനെ അപേക്ഷിച്ച് 100-ലൊന്നല്ലേ വലുപ്പുള്ളൂ. സൂര്യന്റെ 100-ലൊന്ന് വലുപ്പമല്ലേ ഭൂമിക്കുള്ളൂ. അതിൽ ഏതാനും ചില ഭാഗത്തെ കരഭാഗങ്ങളുള്ളൂ. ആ കരയിലെ ഏതാനും ചില ഭാഗത്തെ മനുഷ്യർ ജീവിക്കുന്നുള്ളൂ. ആ കരയിലെ ജീവിക്കുന്ന വലിയ വലിയ ജീവജാലങ്ങളിൽ ശരീരത്തിന്റെ വലുപ്പത്തിലോ ആരോഗ്യത്തിലോ മറ്റ് മൃഗങ്ങളെക്കാളും എത്രയോ ദുർബലനാണ് മനുഷ്യൻ. ഈ മനുഷ്യന് വേണ്ടിയാണ് ഖലഖലകും മാ ഫിൽ അർളി ജമീഅ,
ഇതൊക്കെ പടച്ചത് നിങ്ങൾക്ക് വേണ്ടി. തൂ ഹേ ജഹാൻ കേ ലിയേ ന തൂ ജഹാൻ കേ ലിയേ, ജഹാൻ ഹേ തെരേ ലിയേ ന തൂ ജഹാൻ കേ ലിയേ. ഈ പ്രപഞ്ചം നിനക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്, നീ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടത്, നീ അള്ളാഹുവിന്റെ ഇബാദത്തിനാ സൃഷ്ടിക്കപ്പെട്ടത്. ആ പ്രപഞ്ചത്തിന്റെ അതിർവരമ്പുകളും ദൈർഘ്യം വിവരിച്ചുകൊണ്ട് നിബിധങ്ങൾ പറഞ്ഞു, 7ാം ആകാശത്തിന്റെ മുകളിൽ ഒരു സമുദ്രമുണ്ട്. നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ അനുമാനങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതിലപ്പുറം അള്ളാഹുവിന്റെ ഗൈബിയായ ലോകമാണ്, മലക്കൂത്തിന്റെ ലോകമാണ് ആ വിവരണം നടക്കുന്നത്. മനുഷ്യന്റെ സെൻസുകൾക്ക് ആക്സസിബിലിറ്റി ഇല്ലാത്ത സ്ഥലം, മനുഷ്യന്റെ കാഴ്ചക്കോ ബുദ്ധി കൊണ്ടോ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥാനം, ആ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു, അതിന്റെ മുകളിൽ സമുദ്രമുണ്ട്. ബൈന അസ്ഫലിഹി വഅലാഹു മസീറത്തു 500 ആം. ആ സമുദ്രത്തിന്റെ വോള്യം 500 കൊല്ലത്തെ വഴിദൂരമാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് 1ാം ആകാശത്തേക്കുള്ള ദൂരത്തോളം സമാനമായ വോള്യമുള്ള ഒരു സമുദ്രം 7ാം ആകാശത്തിന്റെ പുറത്തുണ്ട്. അല്ലാഹുവിന്റെ ലോകമാണ്. യഖ്ലുഖു മാ യശാ വഅർശുല്ലാഹി തആല ഫൗഖ ദാലിക്. അതിന്റെ മീതെയാണ് അള്ളാഹുവിന്റെ അർശുള്ളത് എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അർശുള്ളത് ആ സമുദ്രത്തിന്റെ മീതെയാണ്. 7ാം ആകാശത്തിന്റെ മീതെയുള്ള സമുദ്രലോകം ഒരു സയന്റിസ്റ്റിനും വിവരിക്കാൻ പറ്റാത്തത് അള്ളാഹു നൽകുന്ന ദിവ്യ വെളിപാടിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു തന്നതല്ലാതെ മറ്റൊന്നും ഒരു നിലക്കും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്തത്. സമിഅനാ വസല്ലംനാ സമിഅനാ വആമന്നാ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചു എന്നല്ലാതെ സത്യവിശ്വാസിക്ക് മറ്റൊന്നും വിവരിക്കാൻ പറ്റാത്തത്. അള്ളാഹുവിന്റെ അർശ് കിടക്കുന്നത് ആ സമുദ്രത്തിന്റെ മീതെയാണ്. അർശ് എന്താണ് എന്ന് അതിന്റെ കൃത്യമായ വിവരണം നൽകാൻ കഴിയുന്നത് അർശിനെ പടച്ച അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യവുമല്ലല്ലോ. വല്ലാഹു ജല്ല വഅല ഫൗഖൽ അർശ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർശിന്റെ അധികാരിയാണ്, ആ അർശിന്റെ ഉടമസ്ഥനാണ്. വലാ യഖ്ഫാ അലൈഹി ശൈഉൻ മിൻ അഅമാലികും. നിങ്ങൾ ചെയ്യുന്ന ചെറുതോ വലുതോ ആയ ഒരു പ്രവർത്തനവും അല്ലാഹുവിന്റെ കാഴ്ചയിൽ നിന്നും മറയില്ല എന്ന് 7 ആകാശങ്ങൾക്ക് പുറത്തെ സമുദ്രത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച അർശ്. അല്ലാഹു തആലാക്ക് ഒരു സ്ഥാനമോ ഒരു സ്ഥലമോ ഒരു ഹയ്യിസ്, ഒരു മക്കാൻ, ഒരു സമയം അല്ലാഹുവിന് ആവശ്യമില്ല. എങ്കിലും മനുഷ്യരുടെ സൃഷ്ടികൾക്ക് മനസ്സിലാകത്തക്ക വിധം അല്ലാഹുവിന്റെ മഹത്വം വിവരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം കാണുകയും എല്ലാം അറിയുകയും ചെയ്ത് അർശിന്റെ മീതെ അതിന്റെ ഉടമസ്ഥനായ അല്ലാഹു അധികാരസ്ഥനായിരിക്കുന്നു. ഇസ്തൗലാ അലൽ അർശ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അല്ലാഹുവിന്റെ അധികാരത്തിന്റെ പീഠമാണ് അർശ്. ആ അധികാരപീഠത്തിൽ എങ്ങനെയാണ് അല്ലാഹുവിന്റെ വിവരണം? അല്ലാഹു ആ അധികാരപീഠത്തിൽ എന്ന് പറയുന്നത് എങ്ങനെ? അൽ ഇസ്തിവാഉ മഅലൂം വൽ കൈഫു വൽ ഇസ്തിവാഉ മഅലൂം വൽ കൈഫു മജ്ഹൂൽ വൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അ. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വിവരണം ഇസ്തിവാഉ മഅലൂം. എങ്ങനെയാണ് ഒരു കസേരയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നത്, ഒരു വ്യക്തി ഇരിക്കുന്നത് എങ്ങനെ നമുക്കറിയാം. വൽ കൈഫു മജ്ഹൂൽ എന്നാൽ ഇത് അല്ലാഹുവിനെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ എങ്ങനെയാണ് അല്ലാഹു അവന്റെ അധികാരത്തിന്റെ സിംബലായ അർശിൽ അല്ലാഹു ഇസ്തിവാ ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ്? വൽ കൈഫു മജ്ഹൂൽ എങ്ങനെയെന്ന് നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ് അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതിന്റെ വിവരണം എങ്ങനെ എന്ന് വിശദീകരിക്കുന്നതോ ചോദിക്കുന്നതോ ബിദ്അത്താണെന്നും മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ അധികാരം വിവരിക്കാൻ നിബിധങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ചില വാക്കുകൾ. അതിന്റെ എല്ലാം ഏത് നിന്ന് വലാ യഖ്ഫാ അലൈഹി ശൈഉൻ മിൻ അഅമാലികും. നിങ്ങളുടെ ഒരു പ്രവർത്തനവും അല്ലാഹുവിന് അന്യമല്ല, അറിയാതെ പോകുന്നില്ല.
എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എന്ന് അർശിന്റെ മീതെ നിന്ന് അള്ളാഹു കാണുകയാണെന്ന് വിവരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം മനസ്സിൽ വന്നാൽ, അള്ളാഹുവിന്റെ ഈ മഹത്വം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ വരുന്നൊരു മാറ്റമുണ്ട്. അള്ളാഹുവിനെ പറ്റി ചിന്തിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരാനുണ്ട്. പാപങ്ങൾ ചെറുതെന്ന് പറഞ്ഞ് തള്ളിക്കളയൂല. ഇത്രയും മഹോന്നതനായ അള്ളാഹു ജല്ല ജലാലുവിനെയാണല്ലോ ഞാൻ ധിക്കരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ പാപങ്ങളിൽ ചെറുപാപം എന്ന ഒരു കാറ്റഗറിയെ നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ സ്വഹാബികളിൽ 16 വയസ്സുള്ളൊരു ചെറുപ്പക്കാരന്റെ ചരിത്രമുണ്ട്.